ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്. അങ്ങനെ കുറച്ച് നാളുകളുടെ ഒരു ഗ്യാപ്പിന് ശേഷം, കുറച്ച് നാളല്ല, ഏകദേശം ഒരു 2-3 months ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിലുള്ളൊരു സാധനമാണ്, എൻ്റെ കയ്യിലുള്ളൊരു ക്യാമറയാണ്. പക്ഷേ ഇന്നാണ് ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത്. സോ ഈ ഒരു ക്യാമറ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിരുന്നൊരു ക്യാമറയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡിൽ നിന്നുള്ളതാണ്. ഒബ്വിയസ്ലി സോണിയാണ് എൻ്റെ മെയിൻലി ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറാസ് എല്ലാം. പക്ഷേ ഞാൻ എപ്പോഴും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഫ്യൂജിഫിലിം. സോ ഈ ക്യാമറ ഫ്യൂജിഫിലിം എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണുള്ളത്. ഞാൻ ഇതിന് മുന്നേ ഫ്യൂജിഫിലിമിൻ്റെ ഒരുപാട് ക്യാമറാസ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു ക്യാമറ സ്വന്തമായിട്ട് വേണം, അല്ലെങ്കിൽ എനിക്കൊരു ക്യാമറ എൻ്റേതായിട്ട് എനിക്ക് എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്യാമറ വേണം എന്ന് എനിക്ക് തോന്നി ഞാൻ വാങ്ങിച്ചൊരു ക്യാമറയാണ്. ഈ ക്യാമറയിൽ നിന്ന് ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പ്രൊഫഷണലി ഉപയോഗിക്കുന്ന എൻ്റെ സോണി ക്യാമറാസിൽ പോലും ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഈ ക്യാമറാസിലുണ്ട്. ഒബ്വിയസ്ലി ഇതൊരു പ്രൊഫഷണൽ ഗ്രേഡിലുള്ള ഒരു ക്യാമറയല്ല. പക്ഷേ നേരെ മറിച്ച് ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അല്ലാന്നുണ്ടെങ്കിൽ ഹോബീസ്റ്റായിട്ട് ചെയ്യുന്നോ, അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയത്, അല്ലാന്നുണ്ടെങ്കിൽ വ്ളോഗ് ചെയ്യുന്നത്, അങ്ങനെയുള്ളവരൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഫ്യൂജിഫിലിം ഈ ഒരു ക്യാമറ ഇറക്കിയത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ക്യാമറ നമ്മൾ നല്ല രീതിയിലൊന്ന് വർക്കൗട്ട് ചെയ്തെടുത്ത് അല്ലെങ്കിൽ റിഗ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ഈവൻ പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് അത്രയ്ക്ക് വലുതാണ്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ക്യാമറ മറ്റൊന്നുമല്ല, ഫ്യൂജിഫിലിമിൻ്റെ XM5 എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. സോ ഈ ക്യാമറ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം 6-7 മാസത്തിനടുത്തായി. എനിക്ക് തോന്നുന്നു 6 months എന്തായാലും ഈ ക്യാമറ ഇറങ്ങിയിട്ട്. GCC കൺട്രീസിൽ ഇതിൻ്റെ അവൈലബിലിറ്റിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് മറ്റുമൊക്കെ ആയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഒബ്വിയസ്ലി സ്റ്റോക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ സ്ഥലത്തും സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർഡർ ചെയ്യാൻ വേണ്ടി ഇരുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക, കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായി, അങ്ങനെ അത് വാങ്ങാൻ പറ്റിയില്ല. പിന്നെ ഈ ക്യാമറ ഒന്ന് വാങ്ങാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തും സ്റ്റോക്കില്ല, എല്ലാ സ്ഥലത്തും സ്റ്റോക്ക് ഔട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആൾക്കാർ, ഈവൻ എനിക്ക് അറിയാവുന്ന ഞാൻ ഖത്തറിൽ വിളിച്ച് ചോദിച്ചിട്ട് പോലും അവിടെയും സ്റ്റോക്ക് ഔട്ടായി. അതുമല്ല, സ്പെസിഫിക്കലി എനിക്ക് ബോഡി മാത്രമായിരുന്നു വേണ്ടത്. പിന്നെ അതുപോലെ എനിക്ക് സിൽവർ കളർ വേണ്ടിയിരുന്നില്ല, എനിക്ക് ബ്ലാക്കാണ് വേണ്ടിയിരുന്നത്, ഫുള്ളി ബ്ലാക്ക്. സോ അതും അവൈലബിൾ അല്ലായിരുന്നു. സോ അങ്ങനെ കുറച്ച് നാളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് എനിക്ക് ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഗ്രാൻഡ് സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആളെൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു ക്യാമറ ആ ക്യാമറ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ജസ്റ്റ് ബോഡി മാത്രം നീ ചോദിച്ച പോലെ തന്നെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രാൻഡ് സ്റ്റോറിൽ നിന്നാണ് ഞാൻ MRP പ്രൈസ് കൊടുത്ത്, ചെറിയൊരു സ്റ്റാഫ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അതല്ലാതെ ഞാൻ സാധാരണ എല്ലാം ഓഫറിലാണ് എല്ലാ ക്യാമറകളും സാധനങ്ങളൊക്കെ എനിക്കിവിടെ കിട്ടാറുള്ളത്. പക്ഷേ ഈ ക്യാമറ ഞാൻ എൻ്റെ സ്വന്തം ക്യാമറ എന്നുള്ള രീതിയിൽ വാങ്ങുന്നത് കൊണ്ട് വളരെ പേഴ്സണലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്ന ഒരു ക്യാമറ എന്ന നിലയ്ക്ക് ഞാനിത് ഫുൾ എമൗണ്ട് 3299 കൊടുത്തു. ഏകദേശം എനിക്ക് തോന്നുന്നു 100 or 200 dirhams ഡിസ്കൗണ്ട്, പിന്നെ ഒരു ബാറ്ററി എനിക്ക് എക്സ്ട്രാ ഫ്രീ കിട്ടിയുള്ളൂ. സോ അത്രയും കൊടുത്തെടുത്ത ക്യാമറയാണ് ഫ്യൂജിഫിലിമിൻ്റെ XM5. സോ ഇത് ഓൾറെഡി ഞാൻ ഉപയോഗിച്ചു, എല്ലാം കഴിഞ്ഞതാണ്. പക്ഷേ എന്നാൽ കൂടി ജസ്റ്റ് നമ്മുടെ ഒരു സേക്ക് ഓഫ് ദി വീഡിയോ ഞാൻ ഒരു ചെറിയൊരു അൺബോക്സിങ് ചെയ്യാം. സോ ഞാൻ പറഞ്ഞ പോലെ ഈ ക്യാമറയുടെ കൂടെ ഞാൻ കിറ്റ് ലെൻസ് എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ വരുന്നത് 1855 മറ്റോ അങ്ങനെയുള്ളൊരു ഫോക്കൽ ലെങ്ത്തിലുള്ളൊരു കിറ്റ് ലെൻസ് ആയിരുന്നു വന്നത്. പക്ഷേ അത് ഒബ്വിയസ്ലി അതൊരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള വളരെ ചീപ്പായിട്ടുള്ള ലെൻസാണ്. എനിക്ക് തോന്നുന്നു ആ ലെൻസ് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല. പക്ഷേ അതിന് പകരമായിട്ട് ഞാൻ വാങ്ങിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ TT ആർട്ടിസാൻ്റെ ഒരു 23mm AF ലെൻസാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് f1.8 വരുന്ന 23mm TT ആർട്ടിസാൻ്റെ ലെൻസാണ്. TT ആർട്ടിസാൻ ഒരുപാട് ലെൻസുകൾ ഇറക്കുന്നുണ്ട്. APS-Cക്ക് വേണ്ടിയിട്ട് മാനുവൽ ഫോക്കസുകൾ ഇറക്കുന്നുണ്ട്, ടിൽറ്റ് ഷിഫ്റ്റുകൾ ഇറക്കുന്നുണ്ട്. പിന്നെ അതോട് കൂടാതെ തന്നെ അവർ AF ലെൻസുകളും ഇറക്കുന്നുണ്ട്, ഓട്ടോ ഫോക്കസുള്ള ലെൻസുകളും ഇറക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു പുതിയൊരു സീരീസാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവരുടെ ഒരു TT ആർട്ടിസാൻ്റെ ഒരു പുതിയ സീരീസാണ്. എൻ്റെ പേര് ഒന്നും ഇതിൽ കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഇത് ഫുള്ളി ബ്ലാക്ക് കളറിൽ വരുന്നൊരു ലെൻസാണ്. സോ ഈ ലെൻസും കൂടിയാണ് ഞാൻ എൻ്റെ കൂടെ വാങ്ങിച്ചത്. 23mm ഈ ഒരു സെയിം സീരീസിൽ ഇവർക്ക് 23mm ഉണ്ട്, 35mm ഉണ്ട്, പിന്നെ 56ഉം ഉണ്ട്. സോ ഈ 23mm നമ്മൾ 1.5 ക്രോപ്പ് ഫാക്ടർ വെച്ച് നോക്കാൻ നേരത്തെ ഏകദേശം 36-35mm ഒരു എഫക്റ്റ് കിട്ടും. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ഇനി എൻ്റെ ഒരു നെക്സ്റ്റ് ഒരു ലെൻസ് കളക്ഷനിൽ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിഗ്മയുടെ ഒരു 10-18 എന്ന് പറഞ്ഞിട്ടൊരു ലെൻസ് ഉണ്ട്. ആ ലെൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ നേരത്തെ എനിക്ക് ഏകദേശം ഒരു വൈഡ് നമ്മൾ ഈ ഒബ്വിയസ്ലി നമ്മൾ ക്രോപ്പ് സെൻസറിൽ ഷൂട്ട് ചെയ്യാൻ നേരത്ത് വൈഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഇപ്പോൾ എനിക്ക് ഫുൾ ഫ്രെയിമിൽ 60mm ഇട്ട് കഴിഞ്ഞാൽ 16mm തന്നെ കിട്ടും. പക്ഷേ ക്രോപ്പ് സെൻസറിൽ ഞാൻ 16mm ഇട്ട് കഴിഞ്ഞാൽ അത് 1.5 ആയിട്ട് ക്രോപ്പ് ചെയ്തിട്ട് ഏകദേശം
623 സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെയാണ് പോവുക. സോ എനിക്ക് 10mm ഇതിലിട്ടാൽ മാത്രമാണ് എനിക്കൊരു 15mm അല്ലെങ്കിൽ 16mm ഫോക്കൽ ലെങ്ത് XM5 കിട്ടുള്ളൂ. XM5 എന്നല്ല, ഏത് ക്രോപ്പ് സെൻസർ ക്യാമറ ആയിക്കോട്ടെ, അതിപ്പോൾ ക്യാനണിൽ നിന്നായിക്കോട്ടെ, സോണിയിൽ നിന്നായിക്കോട്ടെ, ഫ്യൂജിയിൽ നിന്നായിക്കോട്ടെ, ഏത് മോഡലിൽ നിന്നും ആയിക്കോട്ടെ. സോ എന്നാൽ നമുക്ക് ക്യാമറ ലെൻസ് കൂടെ അൺബോക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ക്യാമറയിൽ എനിക്ക് പേഴ്സണലി തോന്നിയൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.2K നമുക്ക് ഓപ്പൺ ഗേറ്റിൽ 30 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതും 10 ബിറ്റ് 4:2 നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ശരിക്കും ഒബ്വിയസ്ലി ഒരു സിനിമ ക്യാമറകളിൽ മാത്രം കണ്ടുവരുന്നൊരു സംഭവമാണ്. നമുക്ക് ഫുൾ റീഡ് ഔട്ട് സെൻസർ ഇപ്പോൾ ലൂമിക്സ് അതുമല്ലാതെ തന്നെ ഫ്യൂജിയുടെ തന്നെ XH2S നമുക്കത് സാധിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത്രയേറെ വീഡിയോയ്ക്കൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന സോണി, കാനൺ അങ്ങനെയുള്ള ക്യാമറകളിലൊന്നും ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ഹൈബ്രിഡ് ക്യാമറകളിലൊന്നും നമുക്ക് ഓപ്പൺ ഗേറ്റ് ഷൂട്ട് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഇല്ല. നമ്മൾ അത്രയും എമൗണ്ട് വാല്യൂ അല്ലെങ്കിൽ അത്രയും പ്രൈസ് കൊടുത്തിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് ഈ ക്യാമറകളിൽ കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഏകദേശം 3,200 dirhams എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നാട്ടിൽ 60,000-70,000 റുപ്പീസ് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനൊരു ഫീച്ചേഴ്സ് നമ്മുടെ ഒരു ക്യാമറയിൽ കിട്ടാമെന്ന് പറഞ്ഞാൽ. കാരണം ഓപ്പൺ ഗേറ്റിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഫുൾ സെൻസറിൻ്റെ റീഡ് ഔട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അത് 3/2 റേഷ്യോയിലാണ് ഔട്ട്പുട്ട് വരിക. സാധാരണ നമ്മൾ 16:9 വരുന്നതിന് പകരം ഇത് 3/2 വരിക. 3/2 വരുമ്പോൾ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ 9/16 ക്രോപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് റെസൊല്യൂഷൻ കട്ടായി പോകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, സ്റ്റിൽ നിങ്ങൾക്കൊരു 2K റെസൊല്യൂഷനിലുള്ളൊരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ക്രോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ 20 ഫിലിം സിമുലേഷനിലുള്ള ഡയൽസ് ഇതിൽ അവൈലബിൾ ആണ്. സോ ഈ ക്യാമറ എടുത്ത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ എനിക്ക് ക്യാമറ എടുത്ത് സെക്കൻഡ് ഡേ തന്നെ എനിക്കൊരു ഷൂട്ട് വന്നിരുന്നു. ഇവിടെ ഒരു പ്രൊഡക്ഷൻ ഷൂട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോത്തിങ്ങിൻ്റെ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ഒരു ഷൂട്ട് ഉണ്ടായി നമ്മുടെ സ്റ്റുഡിയോയിൽ. അതിൽ കുറച്ച് ഫിലിം സിമുലേഷൻസ് വെച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഇവിടെ അന്ന് ആ ഒരു ഷൂട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് BTS എന്നുള്ള രീതിയിൽ എടുത്തിരുന്നു. സോ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടുനോക്കൂ. അത് കംപ്ലീറ്റ്ലി ഞാൻ ഫ്യൂജി XM5 എടുത്തതാണ്. ഫോട്ടോസും ഉണ്ടാവും, വീഡിയോസും ഉണ്ടാവും. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഫ്യൂജി ഫിലിം XM5 ഒരു റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റിൽ ഈ ക്യാമറ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നില്ല. വല്ലപ്പോഴും ജസ്റ്റ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്ത് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജസ്റ്റ് 2-3 ഫോട്ടോ എടുക്കും എന്നല്ലാതെ. സോ ഇപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഒരു പുതിയൊരു ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നിങ്ങൾക്കൊരു മെയിൻ ക്യാമറ ഉണ്ട്, ഒബ്വിയസ്ലി നിങ്ങൾക്ക് പോലെ XH2S അല്ലെങ്കിൽ X-T5 അങ്ങനെ ഏതെങ്കിലും ഒരു മെയിൻ ഫ്യൂജി ഫിലിം ക്യാമറ ഉണ്ട്, നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഫ്യൂജി ഫിലിം ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. കാരണം നാട്ടിൽ ഞാൻ പറഞ്ഞ പോലെ വിത്ത് ലെൻസ് എനിക്ക് തോന്നുന്നു 80,000-85,000 മറ്റേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതുമല്ല നിങ്ങൾക്കിപ്പം UAE ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം നാട്ടിൽ 60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ പറ്റും. നിങ്ങളൊരു ഫ്യൂജി യൂസറാണ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ലെൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ബോഡി മാത്രം എടുക്കുക. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ ഓൾറെഡി വേറൊരു ബ്രാൻഡ് ഉപയോഗിക്കുന്ന ഒരാളാണ്, കാനൺ, സോണി ഏത് ബ്രാൻഡ് വേണമെങ്കിൽ ഉപയോഗിച്ചോട്ടെ, പക്ഷേ നിങ്ങൾക്ക് വേറൊരു ബോഡി വേണം, വളരെ മിനിമലായിട്ടുള്ള ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറ വേണം. അത് ആ ക്യാമറയിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയുക ഫോട്ടോസ്, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് റാൻഡമായിട്ട് ഫോട്ടോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനും
അതിനൊരു ആർട്ടിസ്റ്റിക് ലുക്കുള്ള ഔട്ട്പുട്ട് വേണം എന്നുണ്ടെങ്കിൽ വേറെ ഏത് ബ്രാൻഡിലുള്ള കോമ്പാക്ട് ക്യാമറകൾ അപേക്ഷിച്ചിട്ടും ഈ ഒരു ക്യാമറ വിൽ ബി ദ ഫസ്റ്റ് ചോയ്സ്. ഇങ്ങനെയുള്ളൊരു ഫീച്ചേഴ്സും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഒരു ക്യാമറ ഇത്രയും വില കുറവിൽ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇതൊരു ബെസ്റ്റ് ബാർഗെയിൻ തന്നെയാണ്. കാരണം ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് എപ്പോഴും ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ അല്ല, ഞാൻ ജസ്റ്റ് ഒരു വളരെ സിമ്പിളായിട്ടൊന്ന് റിവ്യൂ ചെയ്യുന്നുള്ളൂ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ക്യാമറയാണ്. ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്ത് വാങ്ങിച്ചൊരു ക്യാമറയാണ്. ഫ്യൂജി ഫിലിമിൻ്റെ XM5 നല്ല ഒരുപാട് ഫീച്ചേഴ്സുള്ള വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള, എൻ്റെ കൈ കണ്ടില്ലേ, കൈയുടെ അത്രയും തന്നെ ഈ ക്യാമറ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് UAE ഈ ക്യാമറ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും ലിങ്ക് ആഡ് ചെയ്തേക്കാം. നാട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ലിങ്ക്സും ഞാൻ ആഡ് ചെയ്തേക്കാം. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാവുന്നവരാരും ഉണ്ടെങ്കിൽ ഫ്യൂജി ഫിലിമിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.